ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ നമുക്ക് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ പൊളിറ്റിക്സ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇന്നലത്തെ ഒരു ഇലക്ഷന്റെ റിസൾട്ട് അല്ലേ, അതിഗംഭീരമായ ഒരു ഇഞ്ചോടിഞ്ചി പോരാട്ടം എടുത്തല്ലേ. NDA ആകട്ടെ അതുപോലെ ഇന്ത്യ മുന്നണി ആകട്ടെ, ഓരോ നിമിഷവും മാറി മറിയുന്ന രീതിയിലുള്ള ഒരു പോരാട്ടം എടുത്തു. നിങ്ങൾക്ക് എങ്ങനെ തോന്നി കണ്ടിട്ട്? അല്ല, എല്ലായിടത്തും ഈ പറഞ്ഞാല് BJPയുടെ ഭരണത്തിന്റെ പ്രശ്നങ്ങൾ കാരണം പ്രധാനമന്ത്രിയുടെ തന്നെ വോട്ടിന്റെ ശതമാനം കുറഞ്ഞിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 6 ലക്ഷത്തി സംതിങ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അയച്ചത്. അതെ അതെ, ഈ പ്രാവശ്യം വന്നപ്പോ 1.5 ലക്ഷം വോട്ടിലേക്ക് താഴെ പോയി. കഴിഞ്ഞ ഇലക്ഷൻ എനിക്കൊന്ന് കോൺഗ്രസ് 79 സീറ്റാണ് നേടിയത് അല്ലെ. പക്ഷെ അതേപോലെ ഞാനും പ്രതീക്ഷിച്ചത്. പക്ഷെ ഈ ജോഡോ യാത്ര അതേപോലുള്ള കാരണങ്ങളെല്ലാം കൊണ്ട് വലിയ രീതിയിൽ തന്നെ ഒരു ഇമ്പാക്ട് ആളുകളിലേക്ക് ഉദ്ദേശിച്ചു വളർന്നു വന്നു. അതിനേക്കാളും പറയേണ്ട ഒരു വ്യക്തിയാണ്, വേറെ ആരുമല്ല, ഹരിയാനയിൽ ജനിച്ച വെറും 29 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയാണ്. അറിയാമോ? ഒരു ചെറിയ ക്യാമറയായിട്ട് ജർമ്മനിയിലാണ് ഇപ്പം താമസിക്കുന്ന ധ്രുവ് റാത്തി. പുള്ളിക്കാരന്റെ സ്പീച്ച് ഒരുപാട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് പുള്ളിക്കാരൻ പറയുന്ന ഓരോ കാര്യങ്ങളും ജനങ്ങൾ ഏറ്റെടുത്തു തുടങ്ങി. ക്യാമറക്ക് മുമ്പിൽ അവർ സംസാരിക്കാൻ പേടിയാണെങ്കിലും ക്യാമറക്ക് പിന്നിൽ പല കാര്യങ്ങളും അവർ പറയുന്നത്. കാരണം വേറൊന്നുമല്ല, ഒന്നാമത് തൊഴിലില്ലായ്മ, പിന്നെ അത് കൂടാതെ തന്നെ വിലവർദ്ധനവ്, ഇതെല്ലാം കാര്യമായ ഒരു വിഷയമായിട്ട് അവർ കണ്ടു. അത് ഈ ഒരു വീഡിയോയിലുള്ള മില്യൺ കണക്കിന് ഫോളോവേഴ്സും അതേപോലെ വാച്ചിങ് അവേഴ്സ് കിട്ടുന്ന ഒരു വ്യക്തിയാണ് ഈ 29 വയസ്സുള്ള ധ്രുവ് റാത്തി എന്ന് പറഞ്ഞാൽ ഹരിയാനയുള്ള ഇപ്പം ജർമ്മനി താമസിക്കുന്ന ഈ പയ്യനാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഇമ്പാക്ട് ചെയ്തത്. പിന്നെ രണ്ടാമത് നമ്മുടെ പപ്പു, രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കുന്നതിൽ അമുൽ ബേബി എന്ന് വിളിച്ച് കളിയാക്കിയ, ഇല്ലെങ്കിൽ പൊട്ടൻ എന്ന് വിളിച്ച് കളിയാക്കിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവരെല്ലാം ഒരുപാട് ഇൻസൾട്ട് ചെയ്തു. പക്ഷെ പുള്ളിക്കാരൻ വേറെ ലെവലിലേക്കാണ് അടിച്ചു കയറ്റിയത് അല്ലേ. ഇന്ത്യ മുന്നണി സഖ്യം അടിച്ചു ഒരു വേറെ ലെവലിലേക്കാണ്. കാരണം BJPക്ക് ഇനി ഭരിക്കണമെങ്കിൽ തന്നെ അല്ലെ സഖ്യകക്ഷികൾ, മറ്റുള്ള ഘടകകക്ഷികളുണ്ടല്ലോ, ചന്ദ്രബാബു അതുപോലെ നിതീഷ് കുമാർ, ഇവിടെ കാലും കയ്യിലും പിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നത്. 350 എബോവ് സീറ്റ് വരുവാണെങ്കിൽ അവർക്ക് ഏകപക്ഷീയമായിട്ട് ഭരിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ധ്രുവ് റാത്തി എന്ന് പറഞ്ഞ പയ്യന്റെ കറക്റ്റ് സത്യം പറഞ്ഞ പുള്ളിക്കാരാണ് ഹീറോ. കാരണം വെച്ചാൽ പുള്ളിക്കാരൻ കാണിച്ചു വെക്കുന്ന ഓരോ സ്പീച്ചും, അതായത് ഉത്തർപ്രദേശിൽ ഏതാണ്ട് 44 സീറ്റാണ് ഇന്ത്യ സഖ്യം പിടിച്ചത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല. തമിഴ്നാട്ടിൽ ഒരു സീറ്റ് പോലും കിട്ടത്തില്ല. സ്റ്റാലിന്റെ എന്താ പറയാ, വേറെ ലെവലിലേക്കുള്ള അടിച്ചുകയറ്റായിരുന്നു. കാരണം വെച്ചാൽ അത്രമാത്രം ആളുകളിലേക്ക് പുള്ളിക്കാരന്റെ സംസാരങ്ങളും കാര്യങ്ങളെല്ലാം വന്ന് കയറുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുന്ന പാർട്ടി ബേസിലല്ല, പുള്ളിയുടെ പേഴ്സണൽ വോട്ടുകളും അങ്ങനെ കുറെ വോട്ടുകളാണ് സുരേഷ് ഗോപി കിട്ടി കേരളത്തിൽ ജയിച്ചിരിക്കുന്നത്. ഏതായാലും കേരളത്തിൽ താമര ഏതായാലും വരുന്നു, ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടാവും, ഇത് ഭയങ്കര ഈ പ്രാവശ്യം ഭയങ്കര നേട്ടമുള്ളൂ. എല്ലായിടത്തും 2ാം സ്ഥാനത്ത് തോന്നുന്നു. കുറെ 8 സംസ്ഥാന മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് തോന്നുന്നുണ്ട്. 2ാം സ്ഥാനം വന്നിട്ടുണ്ട്. അത്യാവശ്യം വോട്ട് പിടിച്ചിട്ടുണ്ട്. ആലപ്പുഴ തന്നെ ശോഭാ സുരേന്ദ്രൻ പിടിച്ചിരിക്കുന്ന 2 ലക്ഷത്തിന് സംതിങ് വോട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷെ 3ാം സ്ഥാനത്തിലേക്ക് വോട്ട് പിടിച്ചിട്ടുണ്ട്. പക്ഷെ ശോഭാ സുരേന്ദ്രനെ ആറ്റിങ്ങിൽ തന്നെ നിർത്തി ഇല്ലെങ്കിൽ ഒരുപക്ഷെ ജയിച്ചേനെ. സുരേന്ദ്രനെ പിന്നെ വയനാട് കൊണ്ട് നിർത്തി വെറുതെയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പൊളിറ്റിക്സുമായിട്ട് നമുക്ക് വലിയ പിടിപാടോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് രാഷ്ട്രീയത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ലതാണ്. പക്ഷെ സംസാരിക്കാനും അറിയത്തില്ല. ഒരുപാട് ആൾക്കാരുണ്ട് എന്നിട്ട് സംസാരിക്കുന്ന, ഒരുപാട് രാഷ്ട്രീയത്തെ കുറിച്ച് അവലോകനം ചെയ്യുന്ന, ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് സംസാരിക്കുന്ന ഒരുപാട് നല്ല വ്യക്തികളുണ്ട്. നമ്മളിത് ഇന്നലത്തെ സാധാരണക്കാരെ പോലെ നമ്മൾ സംസാരിക്കുന്നേ അത്രേ ഉള്ളൂ. അവിടെ നിന്ന് ഇവിടെ നിന്ന് കേൾക്കുന്ന വാർത്തയും പിന്നെ വാർത്ത കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നിന്ന് വിളമ്പുന്നത്. മാത്രം അതുകൂടാണ്ട് തന്നെ ഇന്നലത്തെ ഒരു ത്രില്ലിങ് ഡേ ആണ്. അത് കണ്ടപ്പോ തന്നെ നമുക്ക് റൊമാൻറ്റിഫിക്കേഷൻ ആയിരുന്നു. കാരണം ഇന്ത്യ മുന്നണി ഇത്രയും സീറ്റ് പിടിക്കുമെന്നുള്ള ആർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു. കാര്യം ഇത് ഇലക്ഷന്റെ സർവേ വന്നപ്പോ പോലും അല്ല, എക്സിറ്റ് പോളെല്ലാം പേഴാണ്. കാരണം അത് കൂടുതലും പേഴാണ് അങ്ങനെ വരുന്നത്. എക്സിറ്റ് പോളിൽ നമുക്ക് പ്രതീക്ഷ ഒന്നുമില്ല. കാരണം BJP അവര് പറഞ്ഞത് 400 സീറ്റിൽ പിടിക്കുമെന്ന് പറഞ്ഞത്. 400 സീറ്റ് പിടിക്കുന്ന അവർ എക്സിറ്റ് പോളും പറഞ്ഞു. അങ്ങനെ വന്നിരുന്നെങ്കിൽ അവർക്ക് ഏകപക്ഷീയമായ ഭരണമോ വേറെ ആരും വേണ്ട, ഘടകകക്ഷികൾ ആരും വേണ്ട. അവർക്കപ്പം ഭരണഘടന മാറ്റാനുള്ള നിയമ ഭരണഘടന മാറ്റാനുള്ള അവകാശം അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത്രയും വന്നില്ല. അപ്പം ഏതാണ്ട് ടോട്ടലി 294 അല്ലെ, അത് ഘടകകക്ഷികൾ ഉൾപ്പെടെയാണ്. ഇല്ലെങ്കിൽ 254 സീറ്റ് അവർക്ക് BJPക്ക് ഉള്ളൂ. ഇനിയിപ്പം ഈ 2 വ്യക്തികളെ ചന്ദ്രബാബു നായിഡു മറ്റേ നിതീഷ് കുമാറിന്റെ ഇതുപോലെ ഇരിക്കും. ഇനി ഏതായാലും മണിക്കൂറുകൾക്കുള്ളിൽ അറിയാം ആരെ കൂടെ നിൽക്കുന്നു. മമതാ ബാനർജി ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രമുഖ നേതാവാണ്. മമതാ ബാനർജി പ്രൈം മിനിസ്റ്റർ എന്നുള്ള രീതിയിലേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. ശക്തമായിട്ടുള്ള പോരാട്ടമായിരുന്നു ഈ പ്രാവശ്യം. ശക്തമായ പോരാട്ടമായിരുന്നു. 2 മത്സരങ്ങളിലും BJP മുൻതൂക്കം.
വന്നപ്പോൾ ഈ പ്രാവശ്യം വന്നത് നല്ല രീതിയിലുള്ള മത്സരം നടന്നു. പക്ഷെ അതിനുവേണ്ടി രാഹുൽ ഗാന്ധി ഒരുപാട് കഷ്ടപ്പെട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് അതിനല്ല ഏറ്റവും വലിയ കാരണം ഉത്തരേന്ത്യയിൽ എത്രയോ സംസ്ഥാനമാണ് ഇന്ത്യ മുന്നണി 2 സ്ഥലത്ത് നല്ല 3 ലക്ഷത്തിന് മേലെ ഭൂരിപക്ഷത്തിൽ 2 സ്ഥലത്ത് ജയിച്ചു കയറുന്നത്. അപ്പൊ അത്രമാത്രം ആളുകളുടെ ഉള്ളിലേക്ക് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. ഈ രാഹുൽ ഗാന്ധി ആട്ടെ അതുപോലെ ധ്രുവ് താക്കറെ നല്ല രീതിയിൽ തന്നെ അടിച്ചു മിന്നിച്ച് കയറിയിട്ടുണ്ട് ഏതായാലും ഇന്ത്യ മുന്നണി. ഇനി ഏതായാലും മണിക്കൂറുകൾക്കുള്ളിൽ അറിയാം ആരാണ് വരുന്നത്, ആരാണ് ഭരിക്കാൻ പോകുന്നത്, പ്രതിപക്ഷം ആരാണെന്നുള്ളത് നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്ന ആൾ വരട്ടെന്നുള്ള പ്രാർത്ഥന. നമ്മള് പണിക്ക് ചെയ്താലും നമുക്ക് പൈസ എടുത്തുള്ളൂ, ഇവരാരും നമുക്ക് തരത്തില്ല. അതുകൊണ്ട് നിങ്ങളും പണിക്ക് പോവാ, പൈസ ഉണ്ടാക്കുക, അല്ലാതെ വർഗീയത ഒഴിവാക്കുക. ജനങ്ങൾ സാധാരണ ജനങ്ങളെ പോലെ എല്ലാവരും പരസ്പരം ചേർന്ന് നിൽക്കാൻ പറ്റുന്ന സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാവണം. സത്യമാണ്. മതതരത്വം ജാതിയുടെ മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടി അതൊന്നുമല്ല. ഓരോരുത്തർക്കും ഓരോ മതം, അവരവരുടെ വിശ്വാസങ്ങൾ അവർ ജീവിച്ചോട്ടെ. നമ്മൾ മറ്റുള്ള മതത്തിലോട്ട് കയറി ഇടപെടേണ്ട കാര്യങ്ങളില്ല. മതങ്ങൾ കളിയാക്കാനും പാടില്ല. അവരവരുടെ ഇഷ്ടത്തിന്. നമ്മള് പണ്ട് ഹിന്ദു ആട്ടെ, മുസ്ലിം ആട്ടെ, ക്രിസ്ത്യൻ ആട്ടെ, ബുദ്ധ ആട്ടെ, ജൈനമതക്കാരാട്ടെ, തോളോട് തോള് ചേർന്ന് നടന്ന പഞ്ചാബി ആട്ടെ, സിഖുകാരാട്ടെ, എല്ലാവരും ഒരേപോലെയാണ്. നമുക്ക് ഇവിടുത്തെ കേരളത്തിലെ തന്നെ അവസ്ഥ എന്ന് വെച്ചാൽ മുമ്പ് ഒരു ഓണം വന്നു കഴിഞ്ഞാൽ എന്താ ആഘോഷം, പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ അവര് മുസ്ലിംസിന്റെ വീട്ടിലേക്ക് വരിക, എല്ലാവരും വിഷു അതേപോലെ ഈസ്റ്റർ ക്രിസ്മസ് വരുമ്പോൾ നമ്മള് ക്രിസ്ത്യൻസിന്റെ വീട്ടിൽ പോകും, ഫ്രണ്ട്സിന്റെ. എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതലും സോഷ്യൽ മീഡിയ ഒരാളെ വളർത്താനും ഒരാളെ തളർത്താനും അത് സോഷ്യൽ മീഡിയ കഴിയും. പുതിയ തലമുറ വളർന്നു വരുമ്പോ അത് കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ ഇത് കണ്ട അവസാന തലമുറയായിട്ട് വന്നോണ്ടിരിക്കുക. അതെ അതെ, ജനറേഷൻ മാറി വരുമ്പോൾ അതനുസരിച്ച് ഒരുപാട് ഇനി പുതിയ ജനറേഷൻ വളർന്നു വരുന്നത് ഇതൊന്നും കാണാതെ വളർന്നു വരുന്നത്. അവർ ചിന്തിക്കുന്നത് ഇതാണ് എന്നുള്ള കണ്ട് വളർന്നു വരും. അങ്ങനെ ആവരുത്, അങ്ങനെ ആകാൻ പാടില്ല. അതാണ് നമ്മുടെ ആഗ്രഹം. വേറൊന്നുമില്ല. ഈ രാഷ്ട്രീയം പറയുമ്പോഴും നമ്മുടെ മനസ്സിലുള്ള കാര്യം വേറൊന്നുമല്ല. ഇന്ത്യയിൽ പഴയതുപോലെ എല്ലാവരും തോള് ചേർന്ന് നിന്ന് പോകണം, അതാണ് ആഗ്രഹം. ഒരു പാർട്ടിയുടെ നമുക്ക് എതിർപ്പ് കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കും നമ്മുടെയായിട്ടുള്ള പാർട്ടി ഉണ്ട് കേട്ടോ. നമുക്കും നമ്മുടെ പാർട്ടി ഇഷ്ടമുണ്ട്. ഓരോരുത്തർക്കും ഓരോ പാർട്ടിയാണ്. അതവരെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. ജയം തോൽവി എല്ലാത്തിലുള്ള തോൽവി എന്നുള്ളത് ജയത്തിന്റെ മുന്നോടിയാണ്. തോക്കണമല്ലോ, തോറ്റില്ലെങ്കിലുള്ള പ്രശ്നം വെച്ചാൽ നമ്മളെല്ലാം ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ള ചിന്താഗതി വരും. അതാണ്. അല്ല, നമ്മളെ തെറ്റ് നമ്മൾ മനസ്സിലാക്കണം. തോൽക്കുമ്പോഴല്ല നമുക്ക് തെറ്റുകൾ മനസ്സിലാവും. എന്താണ് തോൽവി, എവിടെ നിന്നാണ് തോൽവി വരാനുള്ള കാരണം, എവിടെയാണ് നമുക്ക് വീഴ്ച പറ്റിയത്, ഇതെല്ലാം നമുക്ക് മനസ്സിലാകാൻ സഹായിക്കും. അപ്പം ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ജനങ്ങളുടെ ഒരു നെഗറ്റീവ് മാർക്ക് വീഴുന്നതുകൊണ്ടാണല്ലോ തോൽക്കുന്നത്. എന്തുകൊണ്ട് വീഴുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലെങ്കിൽ ഇനിയുള്ള വരുന്ന ഇലക്ഷനിൽ ഇതെല്ലാം തന്നെ ബാധിക്കേണ്ടി വരും. അതെ അതെ. അപ്പം എന്തായാലും നമ്മൾ പണിയെടുത്താൽ നമുക്ക് ഉണ്ണാം. ആ ജോലി ഉണ്ണാം. അല്ല, ആരും നമ്മൾ ഒരു പാർട്ടിക്കാരും ഒന്നും നമ്മളെ സഹായിക്കുന്നില്ല. പാർട്ടിനെയോ ഇല്ലെങ്കിൽ പൊളിറ്റിക്സിനെ കുറിച്ചും പറയാൻ നമ്മൾ ആരും അല്ലതാനും. നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇനി വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥിരം അല്ലെ, നീ വരുമോ? ഇവ മുങ്ങലിന്റെ ആളാ. ഇന്ന് തന്നെ വിളിച്ചു വരുന്നതാണ്. ഇവ മുങ്ങലാണ്. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. നീ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. സ്പോർട്സ് പറയുമ്പോൾ ആരും തന്തക്കും തള്ളക്കും വിളിക്കാൻ വരില്ല, അത് ഗ്യാരണ്ടിയാ. പൊളിറ്റിക്സ് എന്ന് പറയുമ്പം പലർക്കും പല ആൾക്കാർ ഉൾക്കൊള്ളുന്ന ആശയം പാർട്ടിയുടെ വെവ്വേറെ ആയിരിക്കും. ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി ആയിരിക്കില്ല മറ്റൊരാളെ വിശ്വസിക്കുന്ന. അതിൽ ഒരുപാട് തള്ളക്കും തന്തക്കും വിളിക്കേണ്ടി വരും, നെഗറ്റീവ് വരും. അതിലൊന്നും കാര്യമില്ല. നമ്മളിനി സ്പോർട്സ് പാർട്ടി ഇനി 1.5 മാസത്തേക്ക് സ്ഥിരമായിട്ട് കാണും. സഞ്ജുനെ കളിപ്പിക്കുകയില്ല. നമുക്ക് ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഇന്ന് കളി ഉണ്ടല്ലോ അല്ലെ, അവർക്ക് സ്ഥിരതയില്ലാതെ അവസരം കൊടുത്താൽ കളിക്കുകയില്ല. അല്ല, ഇന്ത്യൻ ടീമിലൊക്കെ സഞ്ജുലും കളി മറന്നു പോയി. ഇവര് IPL ഭയങ്കര കളിയാണ്. രോഹിത് ശർമ്മയാട്ടെ, കോഹ്ലിയാട്ടെ. ഇനി ഇത് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് കണ്ടറിയാം. വേറെ വീഡിയോ ചെയ്യാം. നമ്മളിപ്പോ സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും നമ്മുടെ വീഡിയോ കണ്ട എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഈ കൊതിയൻസ് ഉള്ള ചാനൽ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ ഒന്ന് എത്തിക്കുക. ബെൽ ബട്ടൺ ഒന്ന് നെക്കി പൊട്ടിക്കുക. Okay, thank you so much. Bye.